ഇന്ന് ഞാനൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ട്, റോസ്റ്റഡ് മില്ലറ്റാണ്. റവയല്ല, മില്ലറ്റ്. അപ്പം അതുണ്ട്. പിന്നെ ഇതുണ്ട്, ഇത് കമ്പം പുട്ടുപൊടി എന്നും പറഞ്ഞിട്ടൊരു, ഇത് ശരിക്കും ചോളപ്പൊടിയാണ് കേട്ടോ, സ്റ്റീം മെയ്ഡാണ്, റോസ്റ്റഡ്. അപ്പം ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ ഉണ്ടാക്കാനും നല്ലതാണ്, ഇത് തനിച്ചുണ്ടാക്കാനും നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്, ഉപ്പുമാവ്. അപ്പം നമ്മളിത് 2 ടൈപ്പും കൂടെ 1 ഗ്ലാസ് പൊടി എടുത്തിട്ട്, പുട്ടുപൊടി നനയ്ക്കും പോലെ തന്നെ നനച്ചിട്ട് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത്, ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നനച്ച് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്തതിന് ശേഷം വേണം നമ്മൾ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, ഇത്ര സാധനം അരിഞ്ഞിട്ട് വഴറ്റിയിട്ട് സാധാ നമ്മൾ റവയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ. അപ്പം ഞാനത് പൊടി ഞാൻ നനച്ച് സ്റ്റീം ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ പൊടി നനച്ച് ഞാൻ പുട്ടിൻ്റെ പൊടി നനയ്ക്കുമ്പോൾ നനച്ച് വെച്ചാണ് സ്റ്റീമായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. നമുക്കിനി ഓഫ് ചെയ്തിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഞാൻ അരിഞ്ഞ് ഒന്നിച്ചിട്ടേക്കുവാണ്. ഇനി നമുക്കിത് വഴറ്റാം. എണ്ണ ഒഴിച്ച് നമുക്കിനി ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇടാം, ഇറക്കി കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് ചേർത്ത് കഴിഞ്ഞ് ഒത്തിരി നേരം നമ്മൾ തീ കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വല്ലാതെ ഡ്രൈ ആയിപ്പോവും. ഇത് നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്. അപ്പോൾ മില്ലറ്റും ചോളപ്പൊടിയും കൂടെ ചേർത്തുള്ളൊരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.